ദൈവനാഥന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വൈകിയ സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ദൈവസന്നിധിയിലായിരിപ്പം തക്കവണ്ണം ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ല സമയങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മധ്യയായിരിപ്പം തക്കവണ്ണം ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ല സമയങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇപ്രകാരം അവസരം എനിക്ക് ഒരുക്കി തന്ന സിസ്റ്റർ റോസുലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദേവദാസിയെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ, അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, അനേകരെ കർത്താവിൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ദേവദാസിയെയും കുടുംബത്തെയും അധികമായി ഇനിയും എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പിന്നെ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാനുഷിക ശബ്ദമോ മാനുഷിക വാക്കുകളെ അല്ലപ്പ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അടിയനും കേൾക്കുന്നവർക്കും അത് ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോ സമീപസ്ഥ വചനം പറയുമ്പോൾ അനേക ഹൃദയം തകർന്നവർക്ക് അത് ആശ്വാസമായി തീരുവാൻ കർത്താവെ അവർ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസയെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവിൻ്റെ വേല പിന്നെയും ശക്തമായി എടുത്തുപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്നവരെ ഓരോരുത്തരെയും പേരുവരെയാണ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പ്രാർത്ഥനയുടെ മഹാകൃപകൾക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്നേഹവും വന്ദനവും അറിയിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് അല്പസമയത്ത് ചിന്തിക്കാൻ നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം സങ്കീർത്തനം 34 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കെല്ലാവർക്കും തന്നെ, കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതെ അറിയുന്ന ഒരു വാക്യമാണ് ഈ 34 സങ്കീർത്തനത്തിന് 5-ാം വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇതിൻ്റെ ആ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിപരമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ശൗല രാജാവിൻ്റെ പീഡനങ്ങൾ അല്ലെങ്കിൽ ശൗല രാജാവിൻ്റെ ഉപദ്രവം കൂടിയ സമയത്ത് ദാവീദ് രാജാവ് അവിടെ നിന്ന് ഓടിപ്പോയി എന്ത് ചെയ്യുന്നു, ഫിലിസ്ത്യ രാജാവായ ആഗീഷിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ അബീമേലെക്ക് എഴുതിയിരിക്കുന്നത് അതൊരു ഫിലിസ്ത്യ രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരാണ് അബീമേലെക്ക് എന്നുള്ളത്. ആ രാജാവിൻ്റെ പേര് ആഗീഷ് എന്നാണ്. ആ രാജാവിൻ്റെ അടുത്ത് എത്തിയ കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യ പട്ടണങ്ങളിൽ പ്രധാന നഗരമായിരുന്നു ഗത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ ആഗീഷ് രാജാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് ദാവീദ് അവരുടെ ശത്രുവാണ് എന്ന് അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ താൻ ചെന്ന് പറ്റിയ സ്ഥലം തനിക്ക് അനുകൂലമല്ല, മറിച്ച് തനിക്കതൊരു ഉപദ്രവമായി ഒരു അപകടകരമായി തീരുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ദാവീദ് അവിടെ ബുദ്ധിപരമം നടിക്കുകയും അവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് തൻ്റെ ശത്രു താൻ അപകടത്തിൽ പെടാതെ വണ്ണം രക്ഷപ്പെട്ടു പോയ സ്ഥാനത്ത് ആ അവസ്ഥകളെ ഓർത്ത് ദാവീദ് രാജാവ് പാടിയ ഒരു സങ്കീർത്തനമാണ് ഈ 34-ാം സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നതായി നമുക്ക് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇതിൽ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ അനുഭവങ്ങളെ അവിടെ വിവരിക്കുകയാണ്. ഇതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഭക്തന്മാരോടുള്ള പ്രബോധനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ നേരിട്ടുള്ളൊരു ഉപദേശമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാന്മാരായവർക്ക്, തൻ്റെ ഭക്തന്മാരായവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും പദവികളെയും കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വായിച്ചു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ദൈവത്തേക്ക് നോക്കുന്നവരാണ് അല്ലേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക എന്നുള്ള വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിലെല്ലാം
നാം ദൈവത്തെ ആശ്രയിക്കുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മളുടെ മുഖം പലപ്പോഴും വാടിപ്പോകാറുണ്ട് അല്ലേ? നാം ദൈവത്തിലേക്ക് നോക്കിയിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും പലപ്പോഴും നമ്മുടെ മുഖം വാടിപ്പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്, ലജ്ജിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, പല ദൈവഭക്തന്മാരെയും നാം വചനം നോക്കുമ്പോൾ അവരുടെ മുഖം എല്ലാം പ്രകാശിച്ചു. ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം പ്രകാശിച്ചു എന്ന് കാണുമ്പോൾ പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുഖം എന്ത് ചെയ്യുന്നു? വാടിപ്പോകുന്നു. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ദൈവം എന്നെ ചിന്തിപ്പിച്ച ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം വിഷയങ്ങളുടെ മധ്യത്തിൽ നാം ദൈവമുഖത്തേക്ക് നോക്കുന്നവരാണ്. എന്നാൽ നാം ചിന്തിച്ച സമയത്ത് അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യും? നാം ചുറ്റുപാടുകളിലേക്ക് നോക്കും. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതൊരു രോഗസൗഖ്യമാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയമാകാം, നമ്മളുടെ ആവശ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല പല വിഷയങ്ങളുടെ മുഖത്ത് നാം പ്രാർത്ഥിച്ചു കഴിയുന്നു. നാം ഒരു നിശ്ചയ സമയപരിധി വെക്കുന്നു. ആ സമയപരിധിക്കുള്ളിൽ അത് ലഭിക്കാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യും? ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ തുടങ്ങും. കർത്താവേ, എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇനി ഞാൻ ആരെ ആശ്രയിക്കണം? ഞാൻ ആരുടെ അടുത്തേക്ക് പോകണം എന്നെല്ലാം ചിന്തിച്ച് നാം അവങ്കിലേക്ക് നോക്കുന്നതോടൊപ്പം തന്നെ നാം എന്ത് ചെയ്യും? ചുറ്റുപാടുകളിലേക്കും കൂടി നോക്കുവാൻ തുടങ്ങും. ആ സമയം അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് നമ്മളെല്ലാവരും, എന്നാൽ അതോടൊപ്പം തന്നെ നാം മറ്റു പലതിലും ആശ്രയിക്കുവാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ദൈവിക പ്രവൃത്തി വ്യക്തമായ രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ പോകുന്നു. അതല്ല, പലപ്പോഴും നമ്മുടെ മുഖം ലജ്ജിച്ചു പോകേണ്ടതായ അവസരങ്ങൾ കടന്നു വരുന്നു. പലപ്പോഴും നമ്മുടെ മുഖം വാടിപ്പോകേണ്ടതായിട്ട് വരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 29-30 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണെന്ന് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അവിടെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. നോക്കണേ, യേശുവിന്റെ വാക്ക് കേട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നടന്നു തുടങ്ങിയ പത്രോസ്, എന്നാൽ അവൻ കാറ്റു കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങി. നോക്കണേ, അതുവരെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നടന്നു തുടങ്ങിയ പത്രോസ് കാറ്റ് കണ്ടതെപ്പോഴാ? കാറ്റിനെ നോക്കാതെ കാറ്റിനെ കാണത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അവങ്കിലേക്ക് നോക്കി നാം നടക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കി നാം നടക്കുവാൻ തുടങ്ങും. നമ്മുടെ ജീവിതയാത്ര നാം ആരംഭിക്കും. എന്നാൽ പോകെ നാം കാറ്റിലേക്ക് നോക്കുവാൻ തുടങ്ങും, നാം വെള്ളത്തിലേക്ക് നോക്കുവാൻ തുടങ്ങും, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുവാൻ തുടങ്ങും, നമ്മളെ സഹായിക്കുന്നവരെ നോക്കുവാൻ തുടങ്ങും, നമ്മുടെ അവസ്ഥ നോക്കുവാൻ തുടങ്ങും. അത് നോക്കുമ്പോൾ, അതിലേക്ക് നമ്മൾ നോട്ടം മാറുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടം ചുറ്റുപാടുകളിലേക്കും കൂടെ നാം വ്യാപരിപ്പിക്കുമ്പോൾ, അതിലേക്കും കൂടി നോക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുഖം വാടിപ്പോകുവാൻ അല്ലെങ്കിൽ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വൈകിയ സമയത്ത് നമ്മോട് പറയുകയാണ്, നാം അവങ്കിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ മുഖം ഒരിക്കലും വാടിപ്പോവുകയില്ല, ലജ്ജിച്ചു പോവുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരു സംഭവത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം, അതിനെ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. നോക്കണേ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം, മോശ ഇസ്രായേൽ മക്കളുടെ കഷ്ടപ്പാടും നിലവിളിയും കേട്ട് കർത്താവ് അവരെ രക്ഷിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ മോശയെ കർത്താവ് നിയോഗിക്കുന്നു. മോശ അവരെ അവിടുന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് അവരെ പുറപ്പെടുവിച്ച് പോകുന്ന യാത്രയിൽ ഇവിടെ ഇപ്പൊ അവരെവിടെ എത്തിയിരിക്കുകയാണ്? പിഹഹീരോത്തിനരികെ അവർ പാളയം അടിച്ചിരിക്കുകയാണ്.
അവർ മിഗ്ദോലിനും കടലിനും മധ്യയുള്ള ഇവിടെ അവർ ആ പാളയം അടിച്ചിരിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ മിസ്രയീം ജനം കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ വാക്കിനനുസരിച്ചിട്ടാണ് അവർ അവിടെ പാളയം അടിച്ചത്. എന്നാൽ മുൻപിൽ കടലാണ്. അവർക്ക് ഒരു വഴിയും 3 വശവും അടഞ്ഞപ്പെട്ട അവസ്ഥയിൽ മുൻപിൽ കടൽ, അവർക്ക് ഒരു വഴിയും മുന്നോട്ട് കാണാത്തൊരു അനുഭവത്തിൽ അവരായിരിക്കുമ്പോൾ മിസ്രയീം ജനം കണ്ടത് എന്താണ്? നമുക്കറിയാം. 9-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമർ അവരെ പിന്തുടർന്നു. നോക്കണേ, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ടു, ഏറ്റവും ഭയപ്പെട്ടു. നോക്കണേ, ഇവർ അവിടെ ആയിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം കണ്ടത് എന്താണ്? പുറകിൽ വരുന്ന മിസ്രയീം സൈന്യത്തെ കാണുന്നു. ഫറവോന്റെ എല്ലാ കുതിരകളെ കാണുന്നു, രഥത്തെ കാണുന്നു, കുതിരപ്പടയെ കാണുന്നു, സൈന്യത്തെ കാണുന്നു. മാത്രമല്ല മുന്നിലുള്ള ചെങ്കടലിനെയും കാണുന്നു. അത് മാത്രമല്ല, അവർ പറയുകയാണ് 11-ാം വാക്യത്തിൽ, അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോ ഈ രഥവും കുതിരയും കുതിരപ്പടയും സൈന്യത്തെയും കടലിനെയും എല്ലാം കാണുന്നതോടൊപ്പം തന്നെ അവർ തങ്ങളുടെ മരണത്തെയും കാണുകയാണ്. അവർ കണ്ടത് എന്താണ്? തങ്ങളുടെ മരണത്തെ കണ്ടു, പുറകെ വരുന്ന സൈന്യത്തെ കണ്ടു, ആ കടലിനെ കണ്ടു. എന്നാൽ ദൈവം അവർക്ക് നൽകുന്ന രക്ഷയെ അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. എന്നാൽ മോശ ഇവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? 13-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നോക്കണേ, ഇസ്രായേൽ ജനം ഒരേ സമയത്ത് ഒരേ സ്ഥലത്തായിരിക്കുന്ന ജനത്തിൽ കുറച്ചുപേർ ഈ സൈന്യത്തെ കാണുന്നു, തങ്ങളുടെ പ്രതികൂലങ്ങളെ കാണുന്നു, തങ്ങളുടെ മരണത്തെ കാണുന്നു, തങ്ങളുടെ മുമ്പിൽ കടലിനെ കാണുന്നു. എന്നാൽ അതേ അവസ്ഥയിൽ അതേ സമയത്ത് തന്നെ മോശ കാണുന്നത് എന്താണെന്ന് അറിയാമോ? യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളും. മോശ കാണുന്നത് എന്താണെന്നറിയാമോ? യഹോവ അവർക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ വിശ്വാസ കണ്ണാൽ കാണുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. അവിടെ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മോശ കണ്ടു, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയെ മോശ കാണുവാൻ തക്കവണ്ണം ഇടയാത്തി. നോക്കണേ, നമ്മുടെ നോട്ടം പലപ്പോഴും നാം കർത്താവിൽ നിന്ന് മാറി നമ്മുടെ പ്രതികൂലമായ അവസ്ഥകളെ നോക്കുമ്പോൾ നമ്മളെ മുഖം വാടിപ്പോകുവാൻ, ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഈ വൈകിയ സമയത്ത് പറയുകയാണ്, എപ്രകാരമാണോ മോശ ആ പ്രതികൂല സമയത്തും ആ ജനം തനിക്കെതിരെ കുറ്റത്തിന്റെ വാക്കുകൾ പറയുമ്പോഴും മോശ കണ്ടത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയെ, ദൈവം അവർക്ക് ചെയ്യുന്ന രക്ഷയെ കാണുവാൻ മോശയ്ക്ക് കഴിഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ചുറ്റും പ്രതിഷ്ഠകൾ ഉണ്ടായിരിക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് നമ്മുടെ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ വെച്ച് നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ആ പ്രശ്നങ്ങളെ കാണുവാനല്ല, മറിച്ച് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ, ആ കർത്താവിന്റെ പ്രവൃത്തിയെ കാണുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാവുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കറിയാം. അത് മാത്രമല്ല, മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. യേശു പറഞ്ഞ ഒരു ഉപമയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞ ഉപമ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്: പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായ്യാൽ നിന്നെ വാഴ്ത്തുന്നു, ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പദാരം കൊടുത്തു വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നോക്കണേ, നമ്മൾ മുന്നിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ അവർ ചുറ്റുപാടുകളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, ഇവിടെ തന്നിലേക്ക് തന്നെ നോക്കുന്ന ഒരു പരീക്ഷനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ്, ഞാൻ മറ്റൊരു സഹായിക്കുന്ന വ്യക്തിയാണ്, ഇതെല്ലാം പറഞ്ഞ് സ്വയം പുകഴുന്ന,
തന്നിലേക്ക് തന്നെ നോക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം അല്ലെ, നമ്മൾ പലപ്പോഴും ശത്രുവായ പിശാച് ആത്മപ്രശംസയിലൂടെ നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുമ്പോൾ ഈ വൈകിയ സമയത്ത് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ തന്നെ പുകഴ്ന്നുകൊണ്ട്, നമ്മെ തന്നെ പുകഴ്ത്തിക്കൊണ്ട്, ആത്മപ്രശംസ ചെയ്തുകൊണ്ട്, സ്വയം പുകഴ്ത്തിക്കൊണ്ട് അനുഗ്രഹങ്ങളെ തടയുവാൻ ഇടയാകരുത് എന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. നോക്കണേ, തന്നിലേക്ക് തന്നെ നോക്കിയ ഒരു പരീക്ഷയെ കുറിച്ച് കാണുവാൻ സാധിക്കും. തന്റെ പ്രവൃത്തികളിലേക്ക് നോക്കി, തന്നിലേക്ക് തന്നെ നോക്കി, അതിൽ പുകഴ്ന്നുകൊണ്ട്, അതിൽ പ്രശംസിച്ചുകൊണ്ട്, അതിൽ അഹങ്കരിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ശത്രുവായ പിശാച് നാം അറിയാതെ തന്നെ നമ്മിലേക്ക് ആത്മപ്രശംസയും സ്വയം പുകഴ്ചയും എല്ലാം ഇട്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവേ, ക്രിസ്തുവിൽ പുകഴുവാൻ, അങ്ങിൽ പുകഴുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങളെ നോക്കരുത്, കാറ്റിനെ നോക്കരുത്, വെള്ളത്തെ നോക്കരുത്, തിരമാലകളെ നോക്കരുത്, സൈന്യത്തെ പുറകെ ഒരു സൈന്യത്തെയല്ല നോക്കേണ്ടത്, മറിച്ച് നാം എന്ത് കാണണം? യേശുവിന്റെ മുഖം കാണണം. മോശ കണ്ടതുപോലെ യഹോവ ചെയ്യുവാൻ രക്ഷയെ കാണണം. മോശ കണ്ടതുപോലെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത യഹോവയെ കാണണം. ഇവിടെ നമ്മിലേക്ക് തന്നെ നോക്കി കർത്താവിന്റെ അനുഗ്രഹം തടയുവാൻ ഇടയാക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യപ്രകാരമാണ് വായിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാം വാക്യപ്രകാരം വായിക്കുന്നു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ സ്മരിച്ചു ബഹുമാനിക്കുകയും ചെയ്തു. നോക്കണേ, ആ കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഏത് കാലമാണ് എന്ന് നമുക്ക് ഇതിന്റെ 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എഴുതുന്നുണ്ട്, ദാനിയേൽ വിവരിക്കുന്ന കാര്യമാണ്. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പ് കഴുതകളോട് കൂടെ ആയിരുന്നു. അവന്റെ കാളയെ പോലെ പുല്ല് തീറ്റി. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിയുന്നത് വരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. നോക്കണേ, ഈ ചുരുങ്ങിയ വാക്യത്തിൽ അവിടെ നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച കാര്യം വിശദീകരിക്കുകയാണ്. നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പോൾ അത് വായിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അത്രയും കാലം 7 വർഷക്കാലം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കാലം കഴിഞ്ഞ ശേഷം നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. നോക്കണേ, ഇപ്പോൾ നെബൂഖദ്നേസറിന് മനസ്സിലായി, കർത്താവിന്റെ കൃപയില്ല എങ്കിൽ, അവങ്കിലേക്ക് നോക്കിയില്ല എങ്കിൽ ഞാൻ ലജ്ജിച്ചു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി നെബൂഖദ്നേസർ, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും മടങ്ങി വന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പെടുത്തുകയാണ്. 36-ാം വാക്യം, ആ നേരത്തെ തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. നോക്കണേ, ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയ ആ നേരത്തെ തന്നെ അവന്റെ ബുദ്ധി മടങ്ങി വന്നു. എന്റെ രാജ്യത്തിന്റെ മഹത്വത്തെ
ഭക്തനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. ബുദ്ധി മാത്രമല്ല, അവന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ രാജാവിനെ അന്വേഷിക്കാതിരുന്ന മന്ത്രിമാരും മഹത്തുക്കളും ഈ സമയം അവൻ കണ്ണുകൾ യഹോവയെങ്കിലേക്ക് ഉയർത്തിയപ്പോൾ അവനെ അന്വേഷിച്ചു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി ഭവിച്ചു. നോക്കണേ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മഹത്വം നെബൂഖദ്നേസർ രാജാവിന് ലഭിച്ചു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നോക്കണം, അവൻ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്തിയപ്പോൾ അവൻ നഷ്ടമായതെല്ലാം, അവൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ അവനെ ശ്രേഷ്ഠമായ മഹത്വത്തോടു കൂടി ലഭിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവമക്കളെ, നാം കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്താൻ തയ്യാറാകുന്നു. ഇവിടെ എൻ്റെ മന്ത്രിമാരും മഹത്തുക്കൾ എന്നെ അന്വേഷിച്ചു. ദൈവനാമത്തെ പ്രതി, കർത്താവിന്റെ നാമത്തെ പ്രതി നമ്മളെ ഉപേക്ഷിച്ച് പോയവരുണ്ടായിരിക്കാം. എന്നാൽ ഈ വൈകിയ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണ്ണുകൾ യഹോവയിലേക്ക് ഉയർത്തുവാൻ തയ്യാറായാൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ, നിങ്ങളെ കാണാതെ പോയവർ, നിങ്ങൾ തള്ളിക്കളഞ്ഞവർ, നിങ്ങൾ മുമ്പ് കടന്നു വരുന്ന ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും എന്ന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്റെ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞവർ നിങ്ങളുടെ മുമ്പാകെ വന്ന് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ദിവസങ്ങൾ നിങ്ങൾ മുമ്പിലുണ്ട് എന്ന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ മഹത്വം, നിങ്ങൾ എൻ്റെ മഹിമയും എൻ്റെ മുഖപ്രകാശവും മടങ്ങി വന്നു. പല സന്ദർഭങ്ങളിലും നമ്മളുടെ മുഖം ആടിപ്പോയിട്ടില്ലേ, നമ്മളുടെ മുഖം നിരാശപ്പെട്ടു പോയിട്ടില്ലേ, നമ്മളുടെ മുഖം കരുവാളിച്ചു പോയിട്ടില്ലേ. എന്നാൽ നാം കണ്ണുകൾ യഹോവയിലേക്ക് ഉയർത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മളുടെ മുഖപ്രകാശം തിരികെ നൽകുവാൻ, നമുക്ക് നഷ്ടപ്പെട്ട മഹത്വം തിരികെ നൽകുവാൻ, നമുക്ക് നഷ്ടപ്പെട്ട അവസ്ഥകൾ തിരികെ നൽകുവാൻ, നമുക്ക് നഷ്ടപ്പെട്ട പദവികൾ തിരികെ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഒന്നു മാത്രം ചെയ്യുക. എപ്രകാരമാണോ തന്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയത്, ദൈവത്തിൽ ആശ്രയിച്ചത്, അതുപോലെ കർത്താവിനെ ആശ്രയിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നഷ്ടമായതെല്ലാം അതിമഹത്താത്വത്തോടു കൂടെ തിരികെ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാം എന്ത് ചെയ്യണം? അവങ്കിലേക്ക് നോക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്കറിയാം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യപ്രകാരമാണ് വായിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. നോക്കണേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, എന്താണ് ആ സന്തോഷം? തന്റെ രക്തമുഖാന്തരം, താൻ ചൊരിഞ്ഞ രക്തമുഖാന്തരം, തന്റെ രക്തമുഖാന്തരം രക്ഷിക്കപ്പെടുവാനുള്ള നമ്മെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് കർത്താവ് ആ അപമാനം അലക്ഷ്യമാക്കി. കർത്താവ് പറയാ, ഭാവിയിൽ തന്റെ രക്തം മൂലം വീണ്ടെടുക്കുവാനിരിക്കുന്ന തന്റെ ജനത്തെ നോക്കി, തന്റെ മക്കളെ ഓർത്തുകൊണ്ട് കർത്താവ് ആ അപമാനങ്ങളെല്ലാം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ മുമ്പിൽ അപമാനം ഉണ്ടായിരിക്കാം, നിന്ദയുണ്ടായിരിക്കാം, എന്നാൽ അതെല്ലാം അലക്ഷ്യമാക്കണം. കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ആ സന്തോഷമോർത്ത്, ആ മഹത്വമോർത്ത് അലക്ഷ്യമാക്കണമെന്ന് കർത്താവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. പ്രിയ മക്കളെ, ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. അപമാനം അലക്ഷ്യമാക്കിയ കർത്താവ്, തന്റെ മുമ്പിലൊരു സന്തോഷമോർത്ത കർത്താവ്, ആ കർത്താവിലേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മളുടെ മുഖം വാടിപ്പോവുകയില്ല. അവിടെ പറയുന്നു, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പലപ്പോഴും നാം ക്ഷീണിച്ച് പോകുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നാം മടുത്തു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പിന്മാറി പോകുന്നുണ്ടെങ്കിൽ, ഏക കാരണം എന്താണെന്ന് അറിയാമോ? നാം കർത്താവിലെ നിന്നുള്ള നോട്ടം മാറിപ്പോകുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവചനം ഓർപ്പെടുത്തിയാണ്, ഇങ്ങനെ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ, അവനെ ധ്യാനിച്ചുകൊള്ളുവിൻ, അവങ്കിലേക്ക് നോക്കുവിൻ. എങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല, എങ്കിൽ നമുക്കൊരിക്കലും മടുത്തു പോകേണ്ടി വരികയില്ല, എങ്കിൽ നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോവുകയില്ല, എങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. ആ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ ആ ദൈവശക്തി നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം
അതിന്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. നമുക്കറിയാം ദൈവവചനം പറയുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ ആ യേശുവിനെ നോക്കി ആ യേശുവിങ്കിൽ നിന്ന് ശക്തിയും പരിശുദ്ധാത്മാവ് നിറവും പ്രാപിച്ച പത്രോസ് യോഹന്നാൻ ഇവിടെ പറയുകയാണ് ഞങ്ങളെ നോക്കുക എന്ന് പറയുന്നു. നോക്കണം ദൈവമക്കളെ, ഇന്ന് വൈകിയ സമയത്ത് ദൈവാത്മാവ് പറയുകയാണ് ആ യേശുവിലേക്ക് നാം നോക്കുവാൻ തയ്യാറായാൽ, അവങ്കിലേക്ക് നാം നോക്കുവാൻ തയ്യാറായാൽ, അവന്റെ ശക്തി നാം പ്രാപിക്കുവാൻ തയ്യാറായാൽ, ആ പരിശുദ്ധാത്മാവ് നിറവ് നാം പ്രാപിക്കുവാൻ തയ്യാറായാൽ, അനുദിനവും ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം വർദ്ധിക്കുവാൻ തയ്യാറായാൽ, ആ ശക്തിയിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പത്രോസിനെ പോലെ ഈ യോഹന്നാനെ പോലെ നമുക്കും പറയുവാൻ കഴിയും ഞങ്ങളെ നോക്കുവിൻ, ഞങ്ങളിലുള്ള ദൈവത്തിന്റെ ശക്തിയെ നോക്കുവിൻ, ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ എന്ന് നമുക്കും പറയുവാൻ കഴിയും. അവങ്കിലേക്ക് നോക്കുമ്പോൾ, അവന്റെ ശക്തിയെ പ്രാപിക്കുമ്പോൾ, അവന്റെ ശക്തി നാം നിലനിൽക്കുമ്പോൾ ഇപ്രകാരം നമ്മിലൂടെയും പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ദൈവകരങ്ങൾക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവങ്കിലേക്ക് നമുക്ക് നോക്കാം, അവന്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കാം, ആ ശക്തിയിൽ നമുക്ക് നിലനിൽക്കാം. എങ്കിൽ നാം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഒരു നാളും നാം ക്ഷീണിച്ചു പോകുകയില്ല, ഒരു നാളും നാം മടുത്തു പോകുകയില്ലെന്ന് മാത്രമല്ല നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയും ഞങ്ങളെ നോക്കുവിൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിനെ നോക്കുവിൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയെ നോക്കുവിൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങൾ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ഭാരപ്പെട്ടു പോകണ്ട. അവസ്ഥകൾ പലപ്പോഴും വിരോധമായിരിക്കാം, അനുകൂലമായ അവസ്ഥകൾ ഒന്നും തന്നെ നമുക്ക് മുമ്പിൽ കാണത്തില്ലായിരിക്കാം, എതിർപ്പുകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കാം. എന്നാൽ ഭാരപ്പെടേണ്ട. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ടു പോകാറുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ കർത്താവിൽ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകേണ്ട. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ വൈകിയ സമയത്ത് ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു കർത്താവിന്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ആരെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. തന്റെ മുമ്പിലുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കിയ കർത്താവിന്റെ മുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ഇടയാകുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് പുറകോട്ട് കളയാം, പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയാം, നമ്മുടെ എതിർപ്പുകളെ നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റിക്കളയാം. എതിർപ്പുകളെ നോക്കണ്ട, പ്രശ്നങ്ങളെ നോക്കണ്ട, മറിച്ച് നമുക്ക് എവിടേക്ക് നോക്കാം? അവങ്കിലേക്ക് നോക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനായ യേശുവിനെ നമുക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മാത്രമല്ല നമ്മളിലേക്ക് തന്നെ നോക്കല്ലേ, ആത്മപ്രശംസ ചെയ്യല്ലേ, നമ്മൾ തന്നെ പുകഴല്ലേ, അത് നമ്മൾ അനുഗ്രഹം തടസ്സമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങൾ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. ഇപ്രകാരം ഒരു അവസരം എനിക്ക് ഒരുക്കുന്ന ദൈവദാസിക്ക് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വൈകിയ സമയത്ത് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം കർത്താവ്. പലപ്പോഴും ഞങ്ങളുടെ അവസ്ഥകളിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ കർത്താവെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിപ്പോയിട്ടുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിക്കുമാറാകണമേ. ഞങ്ങൾ അവിശ്വാസത്തെ കണക്കെടുത്തപ്പാ, ഞങ്ങളുടെ മനസ്സറിയുമാറാകണമേ. ഞങ്ങൾ അവിശ്വാസത്തെ നീക്കി കർത്താവെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഞങ്ങളിൽ നിന്ന് നീക്കി കർത്താവെ. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിലേക്ക് നോക്കുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ കർത്താവെ വാഗ്ദത്തത്തിലേക്ക് നോക്കുവാൻ, അങ്ങയുടെ ശക്തിയിലേക്ക് ആശ്രയിപ്പാൻ അപ്പോൾ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഞങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങളുണ്ട് അപ്പാ. അതിന്റെ മുഖത്തെല്ലാം അങ്ങ് പുതുവഴികൾ തുറന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കേട്ട ഓരോ വ്യക്തികളെയും, ദൈവവചനം കേട്ട ഓരോ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെ അവരുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മഹാകൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇതുവരെയും ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.